നമ്മൾ നോക്കാൻ പോകുന്നത് 9/10/2024 നടത്തിയ LD ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 135/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തൃപ്പടിദാനം നടന്ന തീയതി. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ജനുവരി 31, 1750. ഓപ്ഷൻ ബി ജൂൺ 3, 1750. ഓപ്ഷൻ സി ജനുവരി 3, 1750. ഓപ്ഷൻ ഡി ജനുവരി 3, 1750. അത് ഓപ്ഷൻ സി 1750 ജനുവരി 3 ആണ്. തൃപ്പടിദാനം നടന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 1750 ജനുവരി 3-നാണ്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് അത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണ്? 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണ്? അത് ധർമ്മരാജയാണ് കേട്ടോ. ഇനി തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? തൃപ്പടിദാനം എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? അത് ഉമാമഹേശ്വരിയാണ് കേട്ടോ. തൃപ്പടിദാനം എന്ന കൃതി രചിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് ഉമാമഹേശ്വരിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഏഴിമല രാജവംശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഏഴിമല രാജവംശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൂഷകവംശം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി അതുലനാണ് കേട്ടോ. അതുലൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ, മിൻ, ചുയി നടപ്പിലാക്കിയ ഭരണാധികാരി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള 3 തത്വങ്ങളായ സാൻ, മിൻ, ചുയി നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻ എ സൺ യാത്ത് സൻ. ഓപ്ഷൻ ബി മാവോ സേതുങ്. ഓപ്ഷൻ സി ചിയാങ് കൈഷക്ക്. ഓപ്ഷൻ ഡി ഡെങ് സിയാവോ പിങ്. അത് ഓപ്ഷൻ എ സൺ യാത്ത് സൺ ആണ് കേട്ടോ. ഇത് നമ്മള് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 122/2027 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ 3 തത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സൺ യാത്ത് സൺ പ്രാധാന്യം നൽകിയ 3 ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 1911 ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ സൺ യാത്ത് സൺ. 1911 ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് സൺ യാത്ത് സൺ ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ വായിക്കുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. രണ്ടാമത് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. മൂന്നാമത് പറയുന്നത് ബാസ്റ്റൈൽ ജയിൽ പതനം. നാലാമത് പറയുന്നത് ഫിലാഡൽഫിയ കോൺഗ്രസ്. അത് ഓപ്ഷൻ ഡി 1ഉം 3ഉം ആണ് കേട്ടോ. 1ഉം 3ഉം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ബാസ്റ്റൈൽ ജയിലിന്റെ പതനവും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടയാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയും ബാസ്റ്റൈൽ ജയിലിന്റെ പതനവും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടയാണ്. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടിയും ഫിലാഡൽഫിയ കോൺഗ്രസും ഒക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടയാണ്. ഇനി ഈ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തീയതി എന്നാണ്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തീയതി അത് 1773 ഡിസംബർ 16-നാണ്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാല് അത് 1773 ഡിസംബർ 16-നാണ്. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20-നാണ് കേട്ടോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് 1789 ജൂൺ 20-നും ബാസ്റ്റൈൽ ജയിലിന്റെ പതനം 1789 ജൂലൈ 14-നുമാണ്. ബാസ്റ്റൈൽ ജയിലിന്റെ പതനം എന്നാണെന്ന് വെച്ചാല് അത് 1789 ജൂലൈ 14-നാണ്. ഇനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും ഒക്കെ വേദിയായത് അത് ഫിലാഡൽഫിയയിലാണ് കേട്ടോ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെയും രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെയും വേദിയായത് ഫിലാഡൽഫിയ ആണ്. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവന 1 പറയുന്നു ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി. നാലാമത്തെ പ്രസ്താവന പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് ദാദാഭായ് നവറോജിയാണ്. ലണ്ടൻ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത്
ദാദാബായ് നവറോജിയാണ്. 3 തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാബായ് നവറോജി. 1886 കൊൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 കൊൽക്കത്ത സമ്മേളനം. ഇങ്ങോട്ട് പറയാം, 1886 കൊൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 കൊൽക്കത്ത സമ്മേളനം. ഇനി പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് ദാദാബായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് അത് ദാദാബായ് നവറോജിയാണ്. ഇനി കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്നു ദാദാബായ് നവറോജി. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്നു ദാദാബായ് നവറോജി. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ മാർക്ക് റൂട്ടെ, ഓപ്ഷൻ ബി ഗോലം സൽവാർ, ഓപ്ഷൻ സി അന്റോണിയോ ഗുട്ടറസ്, ഓപ്ഷൻ ഡി ജാപ്പ് ഡി ഷെഫർ. അത് ഓപ്ഷൻ എ മാർക്ക് റൂട്ടെയാണ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് ആരാണെന്ന് ചോദിച്ചാൽ അത് മാർക്ക് റൂട്ടെയാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാല് അത് അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ, അന്റോണിയോ ഗുട്ടറസ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? പ്രസ്താവന 1 പറയുന്നു കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. 2ാമത്തെ പ്രസ്താവന പറയുന്നു ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. 3ാമത് പറയുന്ന പ്രസ്താവന താരതമ്യേന വീതി കുറവ്. 4ാമത് പറയുന്ന പ്രസ്താവന വീതി താരതമ്യേന കൂടുതൽ. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കായലുകളും ഡെൽറ്റ രൂപീകരണം നടക്കുന്നതും വീതി താരതമ്യേന കൂടുതലുമായ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഇനി ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണെന്ന് വെച്ചാൽ അത് കിഴക്കൻ തീരസമതലമാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി സുന്ദരവനം പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. വീതി താരതമ്യേന കൂടുതലാണ്. വീതി താരതമ്യേന കൂടുതലാണ്. കോറമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കോറമാൻഡൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കുന്നു. ഇനി ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാല് അത് കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശീതജല പ്രവാഹം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കുറേഷ്യോ പ്രവാഹം, ഓപ്ഷൻ ബി നോർവീജിയൻ പ്രവാഹം, ഓപ്ഷൻ സി അലാസ്കൻ പ്രവാഹം, ഓപ്ഷൻ ഡി പെറു പ്രവാഹം. അത് ഓപ്ഷൻ ഡി പെറു പ്രവാഹമാണ് കേട്ടോ. ശീതജല പ്രവാഹം ഏതാണെന്ന് ചോദിച്ചാല് അത് പെറു പ്രവാഹമാണ്. ഇനി പ്രധാനപ്പെട്ട ശീതജല പ്രവാഹങ്ങളാണ് പെറു പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, ബെൻഗോല പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം കേട്ടോ. പ്രധാന ശീതജല പ്രവാഹങ്ങൾ പെറു പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, ബെൻഗുവേല പ്രവാഹം, ലാബ്രഡോർ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം. ഇതൊക്കെ എന്താണ്? ശീതജല പ്രവാഹത്തിന് ഉദാഹരണമാണ്. പെറു പ്രവാഹം എന്ന് പറയുന്നത് അത് പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ് കേട്ടോ. പെറു പ്രവാഹം എന്ന് പറയുന്നത് അത് പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഗൾഫ് സ്ട്രീം പ്രവാഹം എന്ന് പറയുന്നത് അത് ഉഷ്ണജല പ്രവാഹമാണ്, ഉഷ്ണജലം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഹർമാറ്റൻ, ഓപ്ഷൻ ബി ചിനൂക്ക്, ഓപ്ഷൻ ഡി ലൂ, ഓപ്ഷൻ ഡി ഫോൻ. അത് ഓപ്ഷൻ എ ഹർമാറ്റൻ ആണ് കേട്ടോ. ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് വെച്ചാല് അത് ഹർമാറ്റൻ ആണ്. ഇനി ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഉത്തരേന്ത്യയിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്ന കാറ്റ് ഏതാണ്? അത് ലൂ ആണ് കേട്ടോ. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഉത്തരേന്ത്യയിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. ഇനി മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? അത് ചിനൂക്ക് ആണ് കേട്ടോ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണെന്ന് വെച്ചാല് അത് ചിനൂക്ക് ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ചണം, ഓപ്ഷൻ ബി ചകിരി, ഓപ്ഷൻ സി പരുത്തി, ഓപ്ഷൻ ഡി പട്ട്. അത്
ഓപ്ഷൻ സി പരുത്തിയാണ് കേട്ടോ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ അത് പരുത്തിയാണ്. ഇനി ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോൾഡൻ ഫൈബർ അത് ചണമാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണത്തെയാണ് അറിയപ്പെടുന്നത്. ഇനി 12ാമത് ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അറബിക്കടല്, ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രം, ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ഡി ആൻഡമാൻ കടൽ. അത് ഓപ്ഷൻ ബി ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ. ചന്ദ്രഗുപ്ത് റിഡ്ജ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വിപണി മിച്ചത്തിലെ വർധനവ്, ഓപ്ഷൻ ബി കരുതൽ ശേഖരം, ഓപ്ഷൻ സി ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്, ഓപ്ഷൻ ഡി ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. അത് ഓപ്ഷൻ സി ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവാണ് കേട്ടോ. അപ്പം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏതാണെന്ന് ചോദിച്ചാല് ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് വിപണി മിച്ചത്തിന്റെ വർധനവ്, ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. ഒന്നുകൂടെ പറയാം. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് വിപണി മിച്ചത്തിലെ വർധനവ്, കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ കുറവ്, ഓപ്ഷൻ ബി അവശ്യ വസ്തുക്കളുടെ വില വർധനവ്, ഓപ്ഷൻ സി കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ, ഓപ്ഷൻ ഡി ഉയർന്ന ഫിസ്കൽ കമ്മി. അത് ഓപ്ഷൻ സി കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥയാണ് കേട്ടോ. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാല് അത് കാർഷിക ഉൽപാദനത്തിലെ സ്തംഭനാവസ്ഥയാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര്. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ മിഷ്ടി, ഓപ്ഷൻ ബി മിസ്റ്റി, ഓപ്ഷൻ സി മിട്ടി, ഓപ്ഷൻ ഡി മാർഷി. അത് ഓപ്ഷൻ എ മിഷ്ടി ആണ് കേട്ടോ. മിഷ്ടി. ഇനി മിഷ്ടി പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ദ മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. എന്നൂടെ പറയാം. ദ മാൻഗ്രൂവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ്. അതാണ് മിഷ്ടിയുടെ പൂർണ്ണ രൂപം. ഇന്ത്യയുടെ തീരപ്രദേശത്തെ കണ്ടൽക്കാടുകൾ പുനഃസ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മിഷ്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ തീരപ്രദേശത്തെ കണ്ടൽക്കാടുകൾ പുനഃസ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയായിരുന്നു ഈ മിഷ്ടി എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഒന്നാമത് പറയുന്നത് GDP-യിലെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. രണ്ടാമത്തെ പ്രസ്താവന സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. മൂന്നാമത്തെ പ്രസ്താവന വീക്ഷണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. നാലാമത് പറയുന്നു നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ ലക്ഷ്യങ്ങളെ സംബന്ധിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന GDP-യുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. രണ്ടാമത്തെ പ്രസ്താവന സമ്പദ് വ്യവസ്ഥയുടെ നവീകരണം എന്നാൽ ഇറക്കുമതിയിലുള്ള വർധനവാണ്. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു വീക്ഷണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് സ്വാശ്രയത്വം. നാലാമത്തെ പ്രസ്താവന നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1ഉം 4ഉം ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. GDP-യുടെ വളർച്ചാ നിരക്കാണ് സാമ്പത്തിക വളർച്ച. നീതിയുടെ അഭാവത്തിൽ സാമ്പത്തിക വളർച്ച നിരർത്ഥകമാണ് കേട്ടോ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ എ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനം, ഓപ്ഷൻ സി നെറ്റ് ബാങ്കിംഗ്, ഓപ്ഷൻ ഡി ജൻധൻ അക്കൗണ്ടുകൾ.
പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകാത്ത ഘടകം. അത് ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനമാണ് കേട്ടോ. ഓപ്ഷൻ ബി ബാങ്കുകളുടെ ലയനമാണ്. ഇനി പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളാണ് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, നെറ്റ് ബാങ്കിംഗ്, ജൻധൻ അക്കൗണ്ടുകൾ. പണരഹിത സമ്പദ്ഘടനയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം, നെറ്റ് ബാങ്കിംഗ്, ജൻധൻ അക്കൗണ്ടുകൾ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടങ്ങളിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത വസ്തുത ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടങ്ങളിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ആകാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ എ കാർഷിക മേഖലയിലെ പൊതുമൂലധന നിക്ഷേപത്തിന്റെ കുറവ്. ഓപ്ഷൻ ബി കാർഷിക ഉൽപാദനങ്ങളുടെ ഇറക്കുമതി വർധനവ്. ഓപ്ഷൻ സി കാർഷിക നിവേശങ്ങളുടെ വില വർധനവ്. ഓപ്ഷൻ ഡി GDP-യുടെ ഉയർന്ന വളർച്ചാ നിരക്ക്. അത് ഓപ്ഷൻ ഡി GDP-യുടെ ഉയർന്ന വളർച്ചാ നിരക്കാണ് കേട്ടോ. സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടങ്ങളില് കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ആകാത്ത വസ്തുത ഏതാണെന്ന് ചോദിച്ചാൽ അത് GDP-യുടെ ഉയർന്ന വളർച്ചാ നിരക്കാണ്. ഇനി സാമ്പത്തിക നയപരിഷ്കരണ കാലഘട്ടങ്ങളിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ആകുന്ന വസ്തുതകളാണ് കാർഷിക മേഖലയിലെ പൊതു മൂലധന നിക്ഷേപത്തിന്റെ കുറവ്, കാർഷിക ഉൽപാദനങ്ങളുടെ ഇറക്കുമതി വർധനവ്, കാർഷിക നിവേശങ്ങളുടെ വില വർധനവ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ വ്യാപാര ഉദാരവൽക്കരണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന മൂല്യ ന്യൂനീകരണം വ്യവസായ പരിഷ്കരണം. നാലാമത് പറഞ്ഞിരിക്കുന്നത് പൊതുചെലവ് പണനയം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായി യോജിപ്പിച്ച ജോഡികൾ ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ വ്യാപാര ഉദാരവൽക്കരണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന മൂല്യ ന്യൂനീകരണം വ്യവസായവൽക്കരണം. നാലാമത് പറഞ്ഞിരിക്കുന്നത് പൊതുചെലവ് പണനയം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് ശരിയായ ജോഡികൾ കേട്ടോ. 1ഉം 2ഉം. ഘടനാപരമായ നീക്കുപോക്ക് പരിപാടി ദീർഘകാലം, ഇറക്കുമതി ചുങ്കം കുറയ്ക്കൽ വ്യാപാര ഉദാരവൽക്കരണം. ഇനി 1991 വ്യാപാര പരിഷ്കാരങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക, ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക, ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ വിപണിക്ക് അനുമതി നൽകുക. ഒന്നുകൂടെ പറയാം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചു കൊണ്ടുവരിക, ഇറക്കുമതിക്ക് ആവശ്യമായിട്ടുള്ള അനുമതി നൽകൽ നടപടികൾ ഒഴിവാക്കുക, ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാൻ വിപണിക്ക് അനുമതി നൽകുക. ഇതൊക്കെ എന്താണ് 1991 വ്യാപാര പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന എന്നിവർ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളായിരുന്നു. ഓപ്ഷൻ ബി HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഓപ്ഷൻ സി പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഓപ്ഷൻ ഡി പറയുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24-നായിരുന്നു. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എ മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. തെറ്റായ പ്രസ്താവന. ഇനി HC മുഖർജി നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്താണെന്ന് ചോദിച്ചാല് അത് 1950 ജനുവരി 24-നായിരുന്നു കേട്ടോ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഉപാധ്യക്ഷന്മാരായിരുന്നു ഹരീന്ദ്ര കുമാർ മുഖർജി അഥവാ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് അത് HC മുഖർജി ഉണ്ടായിരുന്നു, VT കൃഷ്ണമാചാരി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ മൗലിക അവകാശങ്ങളിലെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവന ആരുടേതാണ്? ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. അത് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല.
നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ, ഭാഗം 20ൽ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, 368ാം വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ സി, ഭരണഘടനാ ഭേദഗതിയുടെ ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ഓപ്ഷൻ ഡി പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല. അത് ഓപ്ഷൻ ബി. ആൻസർ എയും ബിയും ഡിയും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഭാഗം 20ല് ഭേദഗതിയെ കുറിച്ച് പറയുന്നു. 368ാം വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല. ഇനി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ഒരു ഭേദഗതിയിലൂടെ പാർലമെന്റിന് പോലും ലംഘിക്കാനാവില്ലെന്ന് കോടതി വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ് കേട്ടോ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഇനി ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെന്റിന്റെ ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ ആദ്യം അവതരിപ്പിക്കാം. എന്താണ്? ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ എന്താണ്? പാർലമെന്റിന്റെ ഇരുസഭകളില് ഏതെങ്കിലും ഒന്നിൽ ആദ്യം അവതരിപ്പിക്കാം. ഇനി ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വേണമെന്ന് നിർബന്ധമില്ല. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? അത് ജോൺ ലോക്കിന്റെ ആണ് കേട്ടോ. ജോൺ ലോക്കിന്റെ. ഇനി രണ്ടാമത്തെ പ്രസ്താവന സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇതാരുടെ വാക്കുകളാണ്? അത് ഓപ്ഷൻ സി, റൂസോയുടെ വാക്കുകളാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ഇനി ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക. ഇതാരുടെ വാക്കുകളാണ്? ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക. അത് മൊണ്ടസ്ക്യൂവിന്റെ വാക്കുകളാണ് കേട്ടോ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. അത് ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. ഇനി മനുഷ്യന് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങളായി തരംതിരിക്കുക എന്ന് പറഞ്ഞത് മൊണ്ടസ്ക്യൂ ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നായിരുന്നു. ശരിയാണോ? ശരിയാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ്. ഇനി നാലാമത് പറയുന്നത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 3, 4 ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ് കേട്ടോ. കേരളത്തില് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നായിരുന്നു. ഇനി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്നത് 2024 ജൂൺ 4-നാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശാണ്. ഇനി 2024 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം 2024 ഏപ്രിൽ 19 മുതൽ 2024 ജൂൺ 1 വരെയാണ് കേട്ടോ. 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന തീയതി എന്നാണെന്ന് ചോദിച്ചാൽ അത് 2024 ഏപ്രിൽ 26-നാണ്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ ഏത് അഥവാ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന ചരക്കു സേവന നികുതി കൗൺസിൽ അഥവാ GST കൗൺസിൽ. രണ്ടാമത്തെ പ്രസ്താവന നീതി ആയോഗ്. മൂന്നാമത്തെ പ്രസ്താവന
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നാലാമത്തെ പ്രസ്താവന ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇവയിൽ ഏതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലാത്തവ? അത് ഓപ്ഷൻ ബി 2, 3 ആണ് കേട്ടോ. 2 നീതി ആയോഗവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ല. ഇനി ചരക്കു സേവന നികുതി കൗൺസിൽ അഥവാ GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാ? 279A. ഇനി ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ അത് 338 ആണ് കേട്ടോ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ DPSP ന്യായവാദങ്ങളല്ല, നോൺ ജസ്റ്റിസബിൾ എന്ന് പറയാൻ കാരണം എന്ത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം എന്ത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ഈ തത്വങ്ങളെല്ലാം നടപ്പിലാക്കാത്തത് കൊണ്ട്. ഓപ്ഷൻ ബി, ഈ തത്വങ്ങൾ മൗലിക അവകാശങ്ങളുമായി ബന്ധമില്ലാത്തതിനാൽ. ഓപ്ഷൻ സി പറയുന്നത് ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാൽ. ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അത് ഓപ്ഷൻ സി, ഈ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാലാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദങ്ങളല്ല എന്ന് പറയാൻ കാരണം ഈ തത്വങ്ങൾ എന്താണ്? കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്തതിനാലാണ്. ഇനി മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ നമ്മൾക്ക് എന്താണ്? ന്യായവാദാർഹമാണോ അല്ലയോ? മൗലിക അവകാശങ്ങൾ അത് ന്യായവാദാർഹമാണ് കേട്ടോ. അത് നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയെ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ചങ്ങാതി, ഓപ്ഷൻ ബി സ്വാന്തനം, ഓപ്ഷൻ സി ഹമാരി മലയാളം, ഓപ്ഷൻ ഡി നവജീവൻ. ഏതാണ്? കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. അത് ഓപ്ഷൻ എ ചങ്ങാതിയാണ് കേട്ടോ. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാല് അത് ചങ്ങാതിയാണ് കേട്ടോ. ചങ്ങാതി. ഇനി അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചങ്ങാതി പദ്ധതിയുടെ പാഠപുസ്തകമാണ് ഹമാരി മലയാളം എന്ന് പറയുന്നത് കേട്ടോ. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ചങ്ങാതി പദ്ധതിയുടെ പാഠപുസ്തകം ഏതാണെന്ന് ചോദിച്ചാല് അത് ഹമാരി മലയാളമാണ് കേട്ടോ. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ തെരുവു നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ജസ്റ്റിസ് KT തോമസ്, ഓപ്ഷൻ ബി ജസ്റ്റിസ് സിരിജഗൻ, ഓപ്ഷൻ സി ജസ്റ്റിസ് G ശശിധരൻ, ഓപ്ഷൻ ഡി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഏതാണ്? അത് ഓപ്ഷൻ ബി ജസ്റ്റിസ് സിരിജഗൻ ആണ് കേട്ടോ. കേരളത്തിൽ തെരുവു നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഏതാണെന്ന് ചോദിച്ചാല് ജസ്റ്റിസ് സിരിജഗനാണ്. സിരിജഗൻ. ഓപ്ഷൻ ബി ജസ്റ്റിസ് സിരിജഗൻ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം എത്ര രൂപയാണ് എന്നാണ് ചോദ്യം. അത് ഇപ്പൊ എത്രയാണ്? അത് 333 രൂപയാണ് കേട്ടോ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം എത്രയാണെന്ന് ചോദിച്ചാല് അത് 333. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ വേതനം എത്രയാണെന്ന് വെച്ചാൽ അതാണ് 369 കേട്ടോ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ തണ്ണീർത്തടവും വെള്ളവും, ഓപ്ഷൻ ബി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, ഓപ്ഷൻ സി തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും, ഓപ്ഷൻ ഡി തണ്ണീർത്തടവും ജൈവ വൈവിധ്യവും. അത് ഓപ്ഷൻ ബി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് കേട്ടോ. ഇനി 2025 പ്രമേയം എന്തായിരുന്നു? 2025 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ്? അത് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അനുച്ഛേദ 243A, ഓപ്ഷൻ ബി അനുച്ഛേദ 243E, ഓപ്ഷൻ സി അനുച്ഛേദ 243H, ഓപ്ഷൻ ഡി അനുച്ഛേദ 243B. അത് അനുച്ഛേദ 243H ആണ് കേട്ടോ. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദ 243H ആണ്. ഇനി ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദ 243A ആണ് കേട്ടോ.
ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാല് അത് അനുച്ഛേദം 243A. ഇനി പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 243E എന്ന് പറയുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാല് അത് 243E ആണ് കേട്ടോ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സ്നേഹസ്പർശം, ഓപ്ഷൻ ബി ശരണ്യ, ഓപ്ഷൻ സി താലോലം, ഓപ്ഷൻ ഡി സ്നേഹസ്വാന്തനം. അത് ഓപ്ഷൻ ഡി സ്നേഹസ്വാന്തനമാണ് കേട്ടോ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണെന്ന് വെച്ചാൽ അത് സ്നേഹസ്വാന്തനമാണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ പറയുന്നു 1893 വില്ലുവണ്ടി യാത്ര. ഓപ്ഷൻ ബി പറയുന്നത് 1905 നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചു. ഓപ്ഷൻ സി 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ഓപ്ഷൻ ഡി 1910 തിരുവിതാംകൂർ പ്രജാസഭയിൽ അംഗമായി. ഏതാണ് ശരിയായിട്ടുള്ളത്? അത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. 1893 വില്ലുവണ്ടി യാത്ര, 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു കേട്ടോ. ഇനി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷമാണ് 1911 കേട്ടോ. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1911 കേട്ടോ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കോർട്ടിസോള്, ഓപ്ഷൻ ബി അൾഡോസ്റ്റിറോൺ, ഓപ്ഷൻ സി എപ്പിനെഫ്രിൻ, ഓപ്ഷൻ ഡി പാരാതെർമോൺ. അത് ഓപ്ഷൻ ബി അൾഡോസ്റ്റിറോൺ ആണ് കേട്ടോ. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാല് അത് അൾഡോസ്റ്റിറോൺ ആണ് കേട്ടോ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ബേസോഫില്ല്, ഓപ്ഷൻ ബി ഈസ്നോഫില്ല്, ഓപ്ഷൻ സി മോണോസൈറ്റ്, ഓപ്ഷൻ ഡി ലിംബോസൈറ്റ്. അത് ഓപ്ഷൻ ബി ഈസ്നോഫില്ല് ആണ് കേട്ടോ. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണെന്ന് ചോദിച്ചാല് അത് ഈസ്നോഫില്ല് ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായ കാർസാപ്പ് അഥവാ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയത് എപ്പോൾ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായ കാർസാപ്പ് അഥവാ കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയത് എപ്പോൾ? അത് ഓപ്ഷൻ വായിക്കും. ഓപ്ഷൻ എ 2018 ഒക്ടോബർ, ഓപ്ഷൻ ബി 2018 ഡിസംബർ, ഓപ്ഷൻ സി 2021 നവംബർ, ഓപ്ഷൻ ഡി 2021 ഡിസംബർ. അത് ഓപ്ഷൻ എ 2018 ഒക്ടോബർ ആണ് കേട്ടോ. 2018 ഒക്ടോബർ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആര്? ഓപ്ഷൻ വായിക്കും. ഓപ്ഷൻ എ ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ്, ഓപ്ഷൻ ബി ഡോക്ടർ ജോസഫ് ഇ മുറെ, ഓപ്ഷൻ സി ഡോക്ടർ മോഹൻ റാവു, ഓപ്ഷൻ ഡി ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. അത് ഓപ്ഷൻ ഡി ഡോക്ടർ വില്യം ജോഹാൻ കോഫ് ആണ് കേട്ടോ. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് അത് വില്യം ജോഹാൻ കോഫ് ആണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ സെറിബെല്ലം, ഓപ്ഷൻ ബി മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി ഹൈപ്പോതലാമസ്. അത് ഓപ്ഷൻ സി സെറിബ്രം ആണ് കേട്ടോ. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുകയും ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രവുമായ മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് സെറിബ്രം ആണ്. ഇനി ശരീരത്തിന്റെ തുലന നിലയെ നിയന്ത്രിക്കുന്ന ഏതാ മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിന്റെ തുലന നിലയെ അത് സെറിബെല്ലം ആണ് കേട്ടോ. 39ാമത്തെ ക്വസ്റ്റ്യൻ, ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കപ്പെടുന്നത് എപ്പോൾ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫെബ്രുവരി 10, ഓപ്ഷൻ ബി ഫെബ്രുവരി 12, ഓപ്ഷൻ സി ഫെബ്രുവരി 22, ഓപ്ഷൻ ഡി ഫെബ്രുവരി 2. അത് ഓപ്ഷൻ ഡി ഫെബ്രുവരി
2 കേട്ടോ. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം ഏത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 1998, ഓപ്ഷൻ സി 2002, ഓപ്ഷൻ ഡി 2010. അത് ഓപ്ഷൻ എ 1992 കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതിയും വികസനവും സംബന്ധിച്ച ഐക്യരാഷ്ട്ര സമ്മേളനം എർത്ത് സമ്മിറ്റ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1992. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗകാരി അല്ലാത്തത് ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ എലിപ്പനി, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി ഗൊണേറിയ, ഓപ്ഷൻ ഡി എബോള. അത് ഓപ്ഷൻ ഡി എബോളയാണ് കേട്ടോ. ബാക്ടീരിയ രോഗം അല്ലാത്ത ഏതാണെന്ന് വെച്ചാൽ അത് എബോളയാണ്. ഇനി ഡിഫ്തീരിയ, എലിപ്പനി, ഗൊണേറിയ ഇതൊക്കെ എന്താണ്? അത് ബാക്ടീരിയ രോഗങ്ങളാണ് കേട്ടോ. ഡിഫ്തീരിയ, എലിപ്പനി, ഗൊണേറിയ ഒക്കെ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണ്. ഇനി ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവപ്രദേശത്ത് കൊണ്ടുപോയാൽ അതിന്റെ ഭാരത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കൂടുന്നു, ഓപ്ഷൻ ബി കുറയുന്നു, ഓപ്ഷൻ സി വ്യത്യാസം സംഭവിക്കുന്നില്ല, ഓപ്ഷൻ ഡി ഭാരമില്ലാതാകുന്നു. അത് ഓപ്ഷൻ എ കൂടുന്നു കേട്ടോ. ഒരു വസ്തുവിനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നും ധ്രുവപ്രദേശത്ത് കൊണ്ടുപോയാൽ അതിന്റെ ഭാരം എന്ത് ചെയ്യുന്നു? കൂടുന്നു. നമ്മൾ 92/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നോക്കിയതാണ് കേട്ടോ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവന, വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, വൈദ്യുത പ്രവാഹത്തിന്റെ അളവിനെ ആശ്രയിക്കുന്നില്ല. മൂന്നാമത്തെ പ്രസ്താവന, ചാലകത്തിന്റെ പ്രതിരോധത്തിനെ ആശ്രയിക്കുന്നു. നാലാമത്തെ പ്രസ്താവന, ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. വൈദ്യുതി പ്രവാഹത്തിന്റെ അളവ് കൂടുമ്പോൾ താപം കൂടുന്നു, ചാലകത്തിന്റെ പ്രതിരോധത്തിനെ ആശ്രയിച്ചിരിക്കുന്നു, ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു കേട്ടോ. 44ാമത്തെ ക്വസ്റ്റ്യൻ, ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പൂർണ്ണാന്തര പ്രതിഫലനം, ഓപ്ഷൻ സി വിസരണം, ഓപ്ഷൻ ഡി പ്രതിപതനം. അത് ഓപ്ഷൻ സി പൂർണ്ണാന്തര പ്രതിഫലനമാണ് കേട്ടോ. ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന എൻഡോസ്കോപ്പ് എന്ന ഉപകരണം പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാല് അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഇനി വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? വജ്രത്തിന്റെ തിളക്കത്തിന്റെ കാരണം അതും പൂർണ്ണാന്തര പ്രതിഫലനമാണ് കേട്ടോ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ, എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗം. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ വില്യം ആൻഡേഴ്സ്, ഓപ്ഷൻ ബി ഫ്രാങ്ക് ബോർമാൻ, ഓപ്ഷൻ സി തോമസ് സ്റ്റാഫോർഡ്, ഓപ്ഷൻ ഡി ജിം ലോവെൽ. അത് ഓപ്ഷൻ എ വില്യം ആൻഡേഴ്സ് ആണ് കേട്ടോ. എർത്ത് റൈസ് പകർത്തിയ 2024 അന്തരിച്ച അപ്പോളോ 8 ചാന്ദ്രദൗത്യ സംഘാംഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വില്യം ആൻഡേഴ്സ് ആണ്. വില്യം ആൻഡേഴ്സ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടന്ന ആദ്യത്തെ ക്രൂ ബഹിരാകാശ പേടകം ഏതാണെന്ന് ചോദിച്ചാല് അത് അപ്പോളോ 8 ആണ്. അപ്പോളോ 8 വിക്ഷേപിക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1968 ആണ് കേട്ടോ. അപ്പോളോ 8 വിക്ഷേപിക്കപ്പെട്ട വർഷം ചോദിച്ചാല് 1968 ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്റേ ഉദ്യമത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാന് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ റീസാറ്റ്, ഓപ്ഷൻ ബി എക്സ്പോസാറ്റ്, ഓപ്ഷൻ സി ഇക്വേ, ഓപ്ഷൻ ഡി ആദിത്യ L1. അത് ഓപ്ഷൻ ബി എക്സ്പോസാറ്റ് ആണ് കേട്ടോ. എക്സ്റേ ഉദ്യമനത്തെയും തമോഗർത്തങ്ങളെയും കുറിച്ച് പഠിക്കാൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാല് അത് എക്സ്പോസാറ്റ് ആണ്. ഇനി ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിച്ചാല് അത് എക്സ്പോസാറ്റ് ആണ്. ഇനി ബഹിരാകാശത്തെ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാല് അത് എക്സ്പോസാറ്റ് ആണ്.
ബഹിരാകാശത്തെ എക്സ്റേ കിരണങ്ങളുടെ ധ്രുവീകരണത്തെ പറ്റി പഠിക്കാന് ഇന്ത്യ അയച്ച ആദ്യ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാല് അത് എക്സ്പോസാറ്റ് ആണ് കേട്ടോ. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? വി ടോട്ടൽ ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് Vn ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഓഫ് I ഈസ് ഈക്വൽ ടു 1 to raise to n VI. ഏതാ? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അവഗാഡ്രോ നിയമം, ഓപ്ഷൻ ബി അമഗത് നിയമം, ഓപ്ഷൻ സി കെ ലൂസാക് നിയമം, ഓപ്ഷൻ ഡി ബോയിൽ നിയമം. അത് ഓപ്ഷൻ ബി അമഗത് നിയമമാണ് കേട്ടോ. ഈ അമഗത് നിയമത്തെ അറിയപ്പെടുന്നത് തന്നെ അമഗത് ലോ ഓഫ് പാർഷ്യൽ വോളിയം അഥവാ ഒരു വാതക മിശ്രിതത്തിന്റെ ആകെ വ്യാപ്തം മിശ്രിതത്തിലെ ഓരോ വാതകത്തിന്റെയും ഭാഗിക വ്യാപ്തങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമാണ് എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് അമഗത് നിയമമാണ്. ഒന്നുകൂടെ പറയാം, ഒരു വാതക മിശ്രിതത്തിന്റെ ആകെ വ്യാപ്തം മിശ്രിതത്തിലെ ഓരോ വാതകത്തിന്റെയും ഭാഗിക വ്യാപ്തങ്ങളുടെ ആകെ തുകയ്ക്ക് തുല്യമാണ് എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാല് അമഗത് നിയമമാണ് കേട്ടോ. അമഗത് നിയമം. ഇനി എന്താണ് ഗേ ലൂസാക് നിയമം എന്ന് പറയുന്നത്? അത് സ്ഥിരവ്യാപ്തത്തിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ മർദ്ദം കെൽവിനിലുള്ള ഊഷ്മാവിന് നേർ ആനുപാതികമാണ് എന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് ഗേ ലൂസാക് നിയമം എന്ന് പറയുന്നത് കേട്ടോ. സ്ഥിരവ്യാപ്തത്തിൽ ഒരു നിശ്ചിത പിണ്ഡം വാതകത്തിന്റെ മർദ്ദം കെൽവിനിലുള്ള ഊഷ്മാവിന് നേർ ആനുപാതികമാണ് എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണെന്ന് വെച്ചാൽ അത് ഗേ ലൂസാക് നിയമമാണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, മിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? മിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ്? ഓപ്ഷൻ എ ഡ്രോപ്പ് ലെറ്റോൺ, ഓപ്ഷൻ ബി ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ഓപ്ഷൻ സി പ്ലാസ്മ, ഓപ്ഷൻ ഡി ഡീജനറേറ്റ് മാറ്റർ. അത് ഓപ്ഷൻ സി പ്ലാസ്മയാണ്. പ്ലാസ്മ. പ്രപഞ്ചത്തിൽ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് പ്ലാസ്മയാണ് കേട്ടോ. പ്ലാസ്മ. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, തുല്യ എണ്ണം ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. തുല്യ എണ്ണം ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി മെസോൺ, ഓപ്ഷൻ സി ബാരിയോൺ, ഓപ്ഷൻ ഡി ഇലക്ട്രോൺ. അത് ഓപ്ഷൻ ബി മെസോൺ ആണ് കേട്ടോ. തുല്യ എണ്ണം ക്വാർക്കുകളും ആന്റി ക്വാർക്കുകളും ചേർന്ന് നിർമ്മിതമായ ഹാഡ്രോണിക് സബ് അറ്റോമിക് കണിക ഏതാണെന്ന് ചോദിച്ചാല് അത് മെസോൺ ആണ്. മെസോൺ. ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കണങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് 2023 രസതന്ത്ര ശാഖയിൽ നോബൽ പ്രൈസ് ലഭിച്ചത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഫെർമിയോണുകൾ, ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ടുകൾ, ഓപ്ഷൻ സി ബോസോണുകൾ, ഓപ്ഷൻ ഡി ക്വാർക്കുകൾ. അത് ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ടുകളാണ് കേട്ടോ. ഈ 2023 രസതന്ത്ര ശാഖയിൽ നോബൽ പ്രൈസ് ലഭിച്ചത് ഏത് വിഭാഗത്തിനാണെന്ന് ചോദിച്ചാൽ അത് ക്വാണ്ടം ഡോട്ടുകൾക്കാണ് കേട്ടോ. നോബൽ പ്രൈസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ് കേട്ടോ. ഇനി 51ാമത്തെ ക്വസ്റ്റ്യൻ, IUPAC സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ 1919, ഓപ്ഷൻ ബി 1972, ഓപ്ഷൻ സി 1932, ഓപ്ഷൻ ഡി 1812. അത് ഓപ്ഷൻ എ 1919 ആണ് കേട്ടോ. IUPAC സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാല് അത് 1919 ആണ്. ഇനി മൂലകങ്ങളുടെയും രാസവസ്തുക്കളുടെയും നാമകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് IUPAC അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി കേട്ടോ. മൂലകങ്ങളുടെയും രാസവസ്തുക്കളുടെയും നാമകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ, മലയാളത്തിലെ പ്രധാന സാഹിത്യകാരന്മാരുടെ പേരുകളും അവരെഴുതിയ ആത്മകഥകളുടെ പേരുകളും ചുവടെ ചേർക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇതില് ചെറുകാടിന്റെ ആത്മകഥ ഏതാണ്? അത് ജീവിത പാതയാണ് കേട്ടോ. ചെറുകാടിന്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാല് അത് ജീവിത പാതയാണ് കേട്ടോ. ജീവിത പാത. ഇനി ഡോക്ടർ PK വാര്യർ. PK വാര്യരുടെ ആത്മകഥയുടെ പേരാണ് ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഡോക്ടർ PK വാര്യരുടെ ആത്മകഥയുടെ പേരാണ് ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇനി സി കേശവൻ. സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം. ഇനി UA ഖാദർ. UA ഖാദറിന്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാല് അത് കളിമുറ്റമാണ് കേട്ടോ. കളിമുറ്റം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ചെറുകാടിന്റെ ആത്മകഥ ജീവിതപാത, ഡോക്ടർ PK വാര്യർ ഒരു സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ, സി കേശവൻ ജീവിത സമരം, UA ഖാദർ കളിമുറ്റം. ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ,
കൂട്ടത്തിൽ പെടാത്തത് ആര്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ സി രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി എസ് ഹരീഷ്, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ, ഓപ്ഷൻ ഡി പി കുഞ്ഞിരാമൻ നായർ. അത് ഓപ്ഷൻ ഡി പി കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. കാരണം എന്തുവാ? സി രാധാകൃഷ്ണൻ, എസ് ഹരീഷ്, സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവര് നിലവിൽ ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരാണ്. എന്നാൽ പി കുഞ്ഞിരാമൻ നായർ 1978 അന്തരിച്ചു. ഇനി 54-ാമത്തെ ക്വസ്റ്റ്യൻ, എൻ മഗജെ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ചെറുകഥ, ഓപ്ഷൻ ബി നോവൽ, ഓപ്ഷൻ സി നാടകം, ഓപ്ഷൻ ഡി ഉപന്യാസം. അത് ഓപ്ഷൻ ബി നോവൽ ആണ് കേട്ടോ. എൻ മഗജെ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാല് അത് നോവലാണ് കേട്ടോ. ഇനി എൻ മഗജെ എഴുതിയത് ആരാണ്? എൻ മഗജെ ആരുടെ നോവലാണ്? അത് അംബികാസുധൻ മങ്ങാടാണ് കേട്ടോ. അംബികാസുധൻ മങ്ങാടാണ്. ഇനി എൻ മഗജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നീലകണ്ഠനും ദേവയാനിയും. എൻ മഗജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാല് അത് നീലകണ്ഠനും ദേവയാനിയുമാണ് കേട്ടോ. ഇനി 55-ാമത്തെ ക്വസ്റ്റ്യൻ, ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ ആരുടെ വരികൾ? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഓപ്ഷൻ ബി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓപ്ഷൻ സി ഇടപ്പള്ളി രാഘവൻ പിള്ള, ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ. അത് ഓപ്ഷൻ എ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കേട്ടോ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് അത് ഇടശ്ശേരിയാണ് കേട്ടോ. ഇനി ഇടശ്ശേരി എഴുതിയ രാഷ്ട്രീയ നാടകം ഏതാണ്? ഇടശ്ശേരി എഴുതിയ രാഷ്ട്രീയ നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൂട്ടുകൃഷിയാണ് കേട്ടോ. കൂട്ടുകൃഷി. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ, നാടക വിഭാഗത്തിൽ പെടുന്ന കൃതികൾ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മുദ്രിത, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ജ്വലനം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് രാജസൂയം, നാലാമത് പറഞ്ഞിരിക്കുന്നത് സമുദ്രശില. നാടക വിഭാഗത്തിൽ പെടുന്ന കൃതികൾ ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ സി ജ്വലനം, രാജസൂയം കേട്ടോ. ജ്വലനവും രാജസൂയവുമാണ് നാടക വിഭാഗത്തിൽ പെടുന്ന കൃതികള്. ഇനി സമുദ്രശില എന്ന നോവൽ രചിച്ചത് ആരാണ്? സമുദ്രശില എന്ന നോവൽ രചിച്ചത് അത് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ. സമുദ്രശില എന്ന നോവൽ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാല് അത് സുഭാഷ് ചന്ദ്രനാണ്. ഇനി മുദ്രിത എന്ന കുറ്റാന്വേഷണ നോവൽ എഴുതിയ സാഹിത്യകാരിയാണ് ജിസ ജോസ്. മുദ്രിത എന്ന കുറ്റാന്വേഷണ നോവൽ എഴുതിയ സാഹിത്യകാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ജിസ ജോസ് ആണ് കേട്ടോ. ജിസ ജോസ്. ജിഷയല്ല, ജോസിന്റെ സ. ഇനി 57-ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക ആര്? ഓപ്ഷൻ വായിക്കാം. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായക ആര്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അഞ്ജലി മേനോൻ, ഓപ്ഷൻ ബി മീര നായർ, ഓപ്ഷൻ സി ഗീതു മോഹൻദാസ്, ഓപ്ഷൻ ഡി പായൽ കബാഡിയ. അത് ഓപ്ഷൻ ഡി പായൽ കബാഡിയ ആണ് കേട്ടോ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തത് അത് പായൽ കബാഡിയാണ്. ഇനി 58-ാമത്തെ ക്വസ്റ്റ്യൻ, ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ IM വിജയൻ, ഓപ്ഷൻ ബി KP രാഹുൽ, ഓപ്ഷൻ സി സുനിൽ ഛേത്രി, ഓപ്ഷൻ ഡി സഹൽ അബ്ദുൾ സമദ്. അത് ഓപ്ഷൻ സി സുനിൽ ഛേത്രിയാണ് കേട്ടോ. ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ ആരാണെന്ന് ചോദിച്ചാൽ അത് സുനിൽ ഛേത്രിയാണ്. ഇനി അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോളർ അത് IM വിജയനാണ്. IM വിജയൻ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണെന്ന് വെച്ചാൽ അതാരാണ്? അത് കർണം മല്ലേശ്വരിയാണ് കേട്ടോ. കർണം മല്ലേശ്വരി. ഇനി രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണെന്ന് വെച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ക്രിക്കറ്റ് താരം ആരാണെന്ന് വെച്ചാൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? അത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാണ് കേട്ടോ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ഇപ്പോൾ അറിയപ്പെടുന്നത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ്. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. രണ്ടാമത്തെ പ്രസ്താവന സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഒരു നിർദ്ദിഷ്ട ജോലി നിർവഹിക്കാൻ രൂപകൽപ്പന ചെയ്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അപ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു.
കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് സിസ്റ്റം ഷട്ട് ഡൗൺ ആകുന്നത് വരെ മെമ്മറിയിൽ വസിക്കുന്നു. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ പകർപ്പുകൾ നിർമ്മിക്കുവാൻ കഴിയുന്ന പ്രിന്റർ ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഓപ്ഷൻ ബി ഇങ്ക്ജെറ്റ് പ്രിന്റർ, ഓപ്ഷൻ സി ലേസർ പ്രിന്റർ, ഓപ്ഷൻ ഡി തെർമൽ പ്രിന്റർ. ഏതാണ് കാർബൺ പകർപ്പുകൾ നിർമ്മിക്കാൻ കഴിയുന്ന പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ എ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ് കേട്ടോ. ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇനി വളരെ കുറഞ്ഞ പ്രിന്റിംഗ് ചെലവിൽ കാർബൺ കോപ്പികൾ പ്രിന്റ് ചെയ്ത് തരുന്ന പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ് കേട്ടോ. വളരെ കുറഞ്ഞ പ്രിന്റിംഗ് ചെലവിൽ കാർബൺ കോപ്പികൾ പ്രിന്റ് ചെയ്ത് തരുന്ന പ്രിന്റർ ഏതാണെന്ന് വെച്ചാൽ അത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ് കേട്ടോ. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ഓപ്ഷൻ ബി ശല്യപ്പെടുത്തൽ, ഓപ്ഷൻ സി ആൾമാറാട്ടവും വഞ്ചനയും, ഓപ്ഷൻ ഡി ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്. അത് ഓപ്ഷൻ ഡി ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പാണ് കേട്ടോ. വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പാണ്. ഇനി സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടവും വഞ്ചനയും ഇതെല്ലാം എന്താണ് വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്ന് പറയുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവയും സൈബർ നിയമപ്രകാരം വ്യക്തികൾക്കെതിരെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണെന്ന് ചോദിച്ചാൽ സ്വകാര്യ വിവരങ്ങളുടെ മോഷണം, ശല്യപ്പെടുത്തൽ, ആൾമാറാട്ടം, വഞ്ചന തുടങ്ങിയവ. ഇനി 62ാമത്തെ ക്വസ്റ്റ്യൻ, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ മാൽവെയർ, ഓപ്ഷൻ ബി സൂപ്പർ കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി പറയുന്നു ആന്റി വൈറസ്, ഓപ്ഷൻ ഡി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് അടുത്തിടെ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയ ഡാം എന്നത് എന്താണ്? അത് ഓപ്ഷൻ എ മാൽവെയർ ആണ് കേട്ടോ. മാൽവെയർ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കമ്പനിയാണ് വാട്സൺസ് AI ആരംഭിച്ചത്? ഏത് കമ്പനിയാണ് വാട്സൺസ് AI ആരംഭിച്ചത്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഗൂഗിള്, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ സി IBM, ഓപ്ഷൻ ഡി ആമസോൺ. അത് ഓപ്ഷൻ സി IBM ആണ് കേട്ടോ. IBM. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏത് സാഹചര്യത്തിലാണ് വിവരങ്ങൾ നൽകാനുള്ള സമയപരിധി 48 മണിക്കൂറായി കുറയ്ക്കാൻ കഴിയുക? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അപേക്ഷകൻ മുതിർന്ന പൗരനാണെങ്കിൽ, ഓപ്ഷൻ ബി വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ, ഓപ്ഷൻ സി കോടതി നടപടികൾക്ക് വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ, ഓപ്ഷൻ ഡി വിവരങ്ങൾ സർക്കാർ കരാറുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. അപ്പൊ അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചതാണെങ്കിൽ കേട്ടോ. ഇനി കൃത്യമായ മറുപടി കൃത്യസമയത്ത് നൽകാത്ത പബ്ലിക് ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? കൃത്യമായ മറുപടി കൃത്യമായ സമയത്ത് നൽകാത്ത പബ്ലിക് ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചാല് ഒരു ദിവസം 250 രൂപ എന്ന കണക്കിൽ പരമാവധി 25,000 രൂപ വരെ പിഴയാണ് കേട്ടോ. ഒരു ദിവസം 250 രൂപ എന്ന കണക്കിൽ പരമാവധി 25,000 രൂപ വരെ പിഴ. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനകമാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? അത് 30 ദിവസത്തിനകമാണ് കേട്ടോ. 30 ദിവസത്തിനകം മറുപടി ലഭിക്കണം. ഇനി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനകമാണ്? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനകമാണ്? അത് 35 ദിവസത്തിനകമാണ് കേട്ടോ. ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇതിൽ പറയുന്നവയിൽ ഏതിനെ മാറ്റി സ്ഥാപിച്ചു? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1976, ഓപ്ഷൻ ബി ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, ഓപ്ഷൻ സി ഉപഭോക്തൃ സംരക്ഷണ നിയമം 1996, ഓപ്ഷൻ ഡി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2006. അത് ഓപ്ഷൻ ബി ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ആണ് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഏതിനെയാണ് മാറ്റി സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാല് അത് ഉപഭോക്തൃ സംരക്ഷണ നിയമം
1986 ഇനി 66-ാമത്തെ ക്വസ്റ്റ്യൻ, പൗരാവകാശ സംരക്ഷണ നിയമം 1955 ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ വംശീയ വിവേചനം, ഓപ്ഷൻ ബി ലിംഗ വിവേചനം, ഓപ്ഷൻ സി തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, ഓപ്ഷൻ ഡി പറയുന്നു മതപരമായ വിവേചനം. അത് ഓപ്ഷൻ സി അടിസ്ഥാനത്തിലുള്ള വിവേചനമാണ് കേട്ടോ. പൗരാവകാശ സംരക്ഷണ നിയമം 1955 ഏത് തരത്തിലുള്ള വിവേചനത്തെയാണ് പ്രത്യേകമായി ലക്ഷ്യമിടുന്നത് എന്ന് ചോദിച്ചാല് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനമാണ്. ഇനി തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന എന്നാണെന്ന് വെച്ചാൽ അത് 1955 ജൂൺ 1-നാണ് കേട്ടോ. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന തീയതി എന്നാണെന്ന് വെച്ചാൽ 1955 ജൂൺ 1-നാണ്. ഇനി തൊട്ടുകൂടായ്മ നിയമം 1955 നിലവിൽ വരാൻ കാരണമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? തൊട്ടുകൂടായ്മ നിയമം 1955 നിലവിൽ വരാൻ കാരണമായ ഭരണഘടനയിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് അനുച്ഛേദം 17 കേട്ടോ. തൊട്ടുകൂടായ്മ നിയമം 1955 നിലവിൽ അറിയപ്പെടുന്ന പേരാണ് പൗരാവകാശ സംരക്ഷണ നിയമം. ഇതാണ് തൊട്ടുകൂടായ്മ നിയമം 1955 നിലവിൽ അറിയപ്പെടുന്ന പേരാണ് പൗരാവകാശ സംരക്ഷണ നിയമം. പൗരാവകാശ സംരക്ഷണ നിയമം 1955 സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണ അധികാരമുള്ളത് ആർക്കാണ്? പൗരാവകാശ സംരക്ഷണ നിയമം 1955 സംബന്ധിച്ചുള്ള നിയമനിർമ്മാണത്തിനുള്ള പൂർണ്ണ അധികാരം ആർക്കാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റിന്. ഇനി 67-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ സ്ഥാപിതമായത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ അനുച്ഛേദം 338, ഓപ്ഷൻ ബി അനുച്ഛേദം 340, ഓപ്ഷൻ സി അനുച്ഛേദം 342, ഓപ്ഷൻ ഡി അനുച്ഛേദം 335. അത് ഓപ്ഷൻ എ അനുച്ഛേദം 338 ആണ് കേട്ടോ. 338. ഇനി 68-ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലത്തിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളില് വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷൻ 12, 15, ഓപ്ഷൻ ബി പറയുന്നു സെക്ഷൻ 20, 21, ഓപ്ഷൻ സി പറയുന്നു സെക്ഷൻ 18, 19, ഓപ്ഷൻ ഡി പറയുന്നത് സെക്ഷൻ 14, 16. അത് ഓപ്ഷൻ എ സെക്ഷൻ 12, 15 വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 12, 15. ഇനി 69-ാമത്തെ ക്വസ്റ്റ്യൻ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിങ്ങും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അവശ്യ സാധന നിയമം 1955, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആക്ട് 1961, ഓപ്ഷൻ സി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013, ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് 1937. അത് ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് 1937 ആണ് കേട്ടോ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗ്രേഡിങ്ങും മാർക്കിങ്ങും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര നിയമനിർമ്മാണം ഏതാണെന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് 1937 ആണ്. ഇനി കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന മാർക്ക് ഏതാണ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുന്ന മാർക്ക് ഏതാണ്? അത് അഗ്മാർക്ക് ആണ് കേട്ടോ. അഗ്മാർക്ക്. ഇനി 70-ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത്? ഓപ്ഷൻ വായിക്കുക. ഓപ്ഷൻ എ യുനിസെഫ്, ഓപ്ഷൻ ബി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഓപ്ഷൻ സി സേവ് ദ ചിൽഡ്രൻ, ഓപ്ഷൻ ഡി യുനെസ്കോ. അത് ഓപ്ഷൻ ബി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പൊ 2024 ബാലവേലയ്ക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്ത്യയുമായി സഹകരിച്ചത് എന്ന് ചോദിച്ചാല് അത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. അപ്പം നമ്മൾ ഇന്ന് 70 ക്വസ്റ്റ്യൻ ആണ് നോക്കിയത് കേട്ടോ. താങ്ക് യു.